ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. മിസ്റ്റർ ഋഷഭ്, ഞാനാണ് ഡയലറ്റ് ഇൻഡസ്ട്രീസിന്റെ ഹെഡ് മഹി സാഗർ. ഇതെന്റെ ഭാര്യ മേഘ മഹി സാഗർ. അത് നമ്മുടെ മകൾ പ്രീതി. ഇതെല്ലാം കേൾക്കുന്ന സീമയെ മേഹക്കും ഒരു നിമിഷം പതറിപ്പോയി. പെട്ടെന്നാണ് ചുമരിലെ പ്രതയുടെ മാലയിട്ട ഫോട്ടോ മഹി കണ്ടത്. മിസ്റ്റർ ഋഷഭ്, അതാരാ ആ ഫോട്ടോയിലുള്ളത്? കാണാൻ നമ്മുടെ മകളുടെ ഒരു കട്ടുണ്ടല്ലോ. ഋഷി ഒരു നിമിഷം പതറി. ഋഷി അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട് മേഘ അതിനിടയിൽ കയറി ഉത്തരം പറഞ്ഞു. സാർ, അത് ആക്ച്വലി എന്റെ സിസ്റ്റർ ആയിരുന്നു, മരിച്ചുപോയി. പിന്നെ സാർ പറഞ്ഞതുപോലെ സാറിന്റെ മോളുടെ അതേ മുഖസാദൃശ്യമുണ്ട്. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയാറ്? അത് കേട്ടതും പെട്ടെന്ന് പ്രീതി ചിരിച്ചു. पापा तुम सही कह रही हो। वो फोटो देखकर मेरे चेहरे की तरह, लेकिन मैं बहुत अलग लड़की हूँ। പ്രീതിയുടെ ഹിന്ദി കേട്ടതും സീമ ഒന്ന് വാ പൊളിച്ചു. അല്ല മഹിസാറേ, ഈ കൊച്ചിന് മലയാളം അറിയില്ലേ? അതിന് മറുപടി പറഞ്ഞത് മേഘയായിരുന്നു. യാ, അറിയാം. അവൾ കുറച്ചുനാൾ മുംബൈയിലായിരുന്നു. സോ അവൾക്ക് കംഫർട്ടബിൾ ഹിന്ദിയാണ്. മലയാളം പറഞ്ഞാൽ മനസ്സിലാകും, ബട്ട് കൂടുതലും ഹിന്ദിയാണ് സംസാരിക്കാറ്. പെട്ടെന്ന് പ്രീതി പറഞ്ഞു. हाँ मम्मी सही बोलते हैं। इनके मलयालम അറിയാം, लेकिन हिंदी हमारा राष्ट्रभाषा है ना, इसलिए मैं हिंदी ना കുറച്ചുനാൾ അവിടെ ആയിരുന്നു. അതിനിടയിൽ കയറി സീമ പറഞ്ഞു. ഓ മതി മോളെ, മനസ്സിലായി. പെട്ടെന്ന് ഋഷി പറഞ്ഞു. സാർ, മാഡം വരൂ. മഹി, മേഘയും പ്രീതിയും പാർട്ടിയിലേക്ക് പോയി. പാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് മഹിയും മേഘയും ഒക്കെ. സീമ ആകെ പേടിച്ച മട്ടാണ്. ആരും കാണാത്ത നേരം നോക്കി മേഘ സീമയുടെ അരികിലേക്ക് പോയി. ഏയ് സീമ! സീമ തിരിഞ്ഞതും മേഘയെ കണ്ട് ഞെട്ടി. വിക്കലോടെ സീമ തുറന്നു. മേഘ, നീ പെട്ടെന്ന് മേഘ പറഞ്ഞു. മേഘയല്ല, മത്സ്യറാണി, മഹാമത്സ്യറാണി. സീമ ഒരു നിമിഷം സ്തംഭിച്ചു. കൊല്ലാനുള്ള കലികളുടെ നോട്ടം മേഘ സീമയുടെ നേരെ നോക്കി. കണക്ക് കൂട്ടിയിരുന്നോ സീമേ നീ? എന്റെ ഭർത്താവിനെ നീ കൊന്നിട്ട് എന്തായി? ദേ കണ്ടില്ലേ അവിടെ ജീവനോടെ നിൽക്കുന്നത്? എന്റെ മോളെ നീ കൊണ്ടുപോയിട്ട് എന്തായി? ദേ കണ്ടോ നമ്മുടെ മറ്റൊരു മോളെ? പ്രീതിയെ അറിയുമോ നിനക്ക്? സീമ ആകെ പരിങ്ങി. മേഘ, നീ എന്തിനാ തിരിച്ചു വന്നത്? രൗദ്രഭാവത്തോടെ മേഘ തുടർന്നു. തിരിച്ചു വന്നത് ഞാനല്ല, മത്സ്യറാണിയാണ്, ശംഖുമുഖത്തിന്റെ മത്സ്യറാണി. ഇത്രയും പറഞ്ഞ് മേഘ സീമയ്ക്കരികിൽ നിന്നും പോയി. ഇതേസമയം ഋഷി പ്രതക്കരികിൽ വന്നു നിന്ന് അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പ്രീതി അത് കണ്ടു. ഹേ മിസ്റ്റർ ഋഷഭ്, കുറച്ചു സമയമായല്ലോ താൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ക്യാ ഹോ ഗയാ തുമാരെ സാത്ത്? പ്രതയുടെ വാക്കുകൾ കേട്ടതും ഋഷി പെട്ടെന്ന് പറഞ്ഞു. വേണ്ട പ്രത, അഭിനയം വേണ്ട. നീ ഒരുപാട് അഭിനയിച്ചു. പറ, ഇവരൊക്കെ ആരാ നിന്റെ? എന്തു കൊടുത്താ ഇവരെയൊക്കെ നീ വശീകരിച്ചു വെച്ചിരിക്കുന്നത്? ഋഷിയുടെ വാക്കുകൾ കേട്ടതും പ്രീതിക്ക് ദേഷ്യം വന്നു. പാപ്പാ ഇതരാവോ? പ്രീതിക്ക് അരികിലേക്ക് മഹി വന്നു. എന്താ മോളെ? पापा ये आदमी ने कहा कि मैं प्रीति नहीं प्रदा है। क्या है पापा ये आदमी को? പെട്ടെന്ന് മഹി അതിലിടപെട്ടു. മിസ്റ്റർ ഋഷഭ്, ദേ നോക്ക്, ഇതെന്റെ മോൾ പ്രീതിയാണ്. പ്രീതി മഹി സാഗർ, നോട്ട് പ്രദ. ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഋഷി ആകെ അസ്വസ്ഥനായിരുന്നു. ഓക്കെ ഋഷഭ്, നമ്മൾ ഇറങ്ങുക. നാളെ നമ്മൾ ബിസിനസിന്റെ കാര്യം സംസാരിക്കാനായി വരാം. മഹി, മേഘയും പ്രീതിയും കാറിൽ കയറി. നേരെ അവർ പോയത് നെന്മാറ കടൽ തീരത്തായിരുന്നു. കാറിൽ നിന്ന് മൂവരും പുറത്തേക്കിറങ്ങി. മേഘയും പ്രീതിയും നോക്കി നിൽക്കവേ മഹി നെഞ്ചിന്റെ എതിർദിശയിലായി കൈകൾ വെച്ച് യാഷ്ലിയുടെ രൂപത്തിലേക്ക് വന്നു. അതെ, മരിച്ചുപോയ മഹിയുടെ രൂപത്തിൽ നിന്നത് യാഷ് ആയിരുന്നു. പ്രതയുടെ മുൻ പ്രണയമായിരുന്ന യാഷ്. പ്രണാമം ശേഷം മത്സ്യക്കന്യകെ. യാഷ് പ്രതയെ വണങ്ങി. നീ എന്നെ വണങ്ങണ്ട യാഷ്. എന്റെ ലക്ഷ്യത്തിന് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഇനിയാണ് ശരിക്കുമുള്ള പ്രതികാരം തുടങ്ങാൻ പോകുന്നത്. പ്രീതി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു. 1 മാസം മുൻപ് കടൽ തീരത്ത് വെച്ച് മേഘ പ്രതയുടെ ചെവിയിൽ പറഞ്ഞ കാര്യം. എന്റെ സ്വന്തം മകളെ രക്ഷിക്കാനായി വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ആരെയാണ് രക്ഷിക്കേണ്ടത്? അതെ പ്രത, നിന്റെ അച്ഛന്റെ തന്നെയായിരുന്നു ആ ശവം. നിന്റെ അച്ഛനെയും കുടുംബത്തെയും കൊന്നവരോട് പ്രതികാരം ചെയ്യണം നീ ഇനി മുതൽ ശേഷ മത്സ്യക്കന്യകയാണ്. ഇത്രയും പറഞ്ഞ് മേഘ പ്രതയുടെ ചെവിയിൽ രഹസ്യമോതി. മോളെ, നീ ഇപ്പോൾ ചിറകുകളുടെ ശക്തിയുള്ള ശേഷ മത്സ്യക്കന്യകയാണ്. ഏതൊരു മത്സ്യക്കന്യകയ്ക്കാണോ ചിറക് ലഭിക്കുന്നത് അവൾക്ക് അതുല്യ ശക്തികൾ വന്നു ചേരും. നിന്നെ ഏത് രീതിയിലാണോ നാടക രൂപേണ അവരെല്ലാവരും ചേർന്ന് ചതിച്ചത്, അതുപോലെ നീയും അവരെ തിരിച്ചു ചതിക്കണം. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? പറയാം മോളെ, നിന്റെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് വിശ്വാസമുള്ള ഒരാളെങ്കിലും ശംഖുമുഖം കടപ്പുറത്തുണ്ടോ? അമ്മേ, അങ്ങനെ ചോദിച്ചാൽ ഒരാളുണ്ട്, യാഷുണ്ട് അമ്മേ. എന്റെ സന്തോഷത്തിന് വേണ്ടി
എന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു തന്നവനാണ് യാഷ്ലി. മോളെ, അങ്ങനെയാണെങ്കിൽ നീ എത്രയും വേഗം യാഷ്ലിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം. അവരെ പോലെ പതുങ്ങിയിരുന്ന് കളിക്കാതെ നമുക്ക് അവരുടെ മുൻപിൽ നിന്ന് കളിക്കണമെങ്കിൽ ഒരാളുടെ കൂടെ സഹായം വേണം. ശേഷം നമുക്ക് നേരിട്ട് ആ ഗുജറാൾ വീട്ടിലേക്ക് തന്നെ കയറിക്കൂടണം. ശത്രുക്കളോട് പോരാടണം. എന്താ മോളെ? അതെ അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ രണ്ടാം വരവ് കണ്ട് മെഹക്കും സീമയും ഞെട്ടിത്തെറിക്കണം. ഭയന്ന് വിറയ്ക്കണം അവർ. അവരുടെ നാശം, അതാണ് എന്റെ ലക്ഷ്യവും. മേഘയും പ്രതയും കെട്ടിപ്പിടിച്ചു.